അസ്സലാമു അലൈക്കും അയ്യുഹത്തുല്ലാബ് മർഹബൻ ബിക്കും. പ്രിയ കുട്ടികളെ, 3ാം ക്ലാസ്സിലെ അറബി പുതിയ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ഓണപരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന മോഡൽ ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് പ്രവർത്തനം നോക്കൂ. ഹയ്യ വരൂ. നെക്റഉ നമുക്ക് വായിക്കാം. അൽ ബയാന ഒരു വിവരണം. വനുജീബു നമുക്ക് ഉത്തരം നൽകാം. അനിൽ അസ്ഇല ചോദ്യങ്ങൾക്ക്. താഴെ കൊടുത്ത ചോദ്യത്തിന് ഉത്തരം നൽകാം. ദഹബ ജാബിറുൻ ഇലൽ ഹദീഖത്തി. ജാബിർ ഒരു പൂന്തോട്ടത്തിലേക്ക് പോയി. അലദ്ദറാജത്തി സൈക്കിളിൽ. ലക്കിയ കണ്ടുമുട്ടി. സ്വദീഖഹു അവന്റെ കൂട്ടുകാരൻ. നബീലൻ നബീലിനെ കാണുകയാണ്. ഫിൽ ഹദീഖത്തി ആ പൂന്തോട്ടത്തിൽ വെച്ച്. വഫി യദിഹി അവന്റെ കയ്യിലുണ്ട്. ഉൽബത്തുൻ ഒരു ബോക്സ് ഉണ്ട്. ഫീഹ അതിലുണ്ട്. ഹൽവയാത്തുൻ സ്വീറ്റ്സുകളുണ്ട്, മധുര പലഹാരങ്ങളൊക്കെ അതിലുണ്ട്. അഴ്ത്ത നബീൽ നൽകി. അൽ ഉൽബത്ത ആ ബോക്സ് ലി ജാബിർ ജാബിറിന് കൊടുത്തു. ജലസ ജാബിർ ഇരുന്നു. വ നബീലും തഹ്ത ഷജറ മരത്തിന്റെ താഴെ ഇരുന്നു. അക്കല ജാബിർ തിന്നു. വ നബീലും അൽ ഹൽവയാത്ത് ആ സ്വീറ്റ്സ് ഒക്കെ തിന്നു. വഫിൽ മസാഇ വൈകുന്നേരമായപ്പോൾ റജഅ അവർ രണ്ടുപേരും മടങ്ങി. ഇലൽ ബൈത്തി വീട്ടിലേക്ക്. ഇവിടെ 5 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഉത്തരം നോക്കാം. മാതാ എന്താണ്. ഫി യദി നബീലിന്റെ കയ്യിലുണ്ടായിരുന്നത് എന്താണ്. ഉൽബത്തുൻ. ഐന എവിടെയാണ്. ജലസ നബീൽ വ ജാബിർ നബീലും ജാബിറും ഇരുന്നത് എവിടെയാണ്. തഹ്ത ഷജറത്തി മരത്തിന്റെ താഴെ. മത എപ്പോഴാണ്. റജഅ ജാബിറുൻ വ നബീലുൻ ഇലൽ ബൈത്തി ജാബിറും നബീലും കൂടി വീട്ടിലേക്ക് മടങ്ങിയത് എപ്പോഴാണ്. മസാഅൻ വൈകുന്നേരമാണ് മടങ്ങിയത്. കൈഫ എങ്ങനെയാണ്. ദഹബ ജാബിർ പോയത്. ഇലൽ ഹദീഖത്തി പൂന്തോട്ടത്തിലേക്ക് പോയത്. എങ്ങനെയാണ് പോയത്. അലദ്ദറാജത്തി സൈക്കിളിലാണ് പോയത്. മൻ ആരാണ്. ഹുവ സ്വദീഖു ജാബിറിന്റെ കൂട്ടുകാരൻ ആരാണ്. നബീൽ. രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. നുകെമ്മിലുൽ മൻലൂം പോയം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. സാറൽ മുദരിസു അധ്യാപകൻ സന്ദർശിച്ചു. വദ്ദാരിസൂന വിദ്യാർത്ഥികളും. ഹദീഖത്ത ബാബുവിന്റെ പൂന്തോട്ടം സന്ദർശിച്ചു. റഔ അവർ കണ്ടു. ഫീഹ അതിൽ ഖൽറവാത്തിൻ വഫവാക്കിഹ് ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസും. മുഖ്തലിഫ വ്യത്യസ്ത തരത്തിലുള്ള. അഴ്ത്ത ബാബു നൽകി. ലിദ്ദാരിസീന വിദ്യാർത്ഥികൾക്ക്. ബഅൽ ഫവാക്കിഹ് ഏതാനും ഫ്രൂട്ട്സുകൾ നൽകി. അക്കലു അവർ തിന്നു. അൽ ഫവാക്കിഹ ആ ഫ്രൂട്ട്സ്. വ അൻഷദു എന്നിട്ട് അവര് പാട്ടുപാടി. ബുർത്തുക്കാൽ ഓറഞ്ച്. ഫിൽ ഹദീഖത്തി പൂന്തോട്ടത്തിൽ. ബുർത്തുക്കാൽ. ഇനി അവിടെ ആപ്പിളിന്റെ ചിത്രമാണുള്ളത്. അത് വെച്ചിട്ട് നിങ്ങൾ ആ ബുർത്തുക്കാലിന്റെ കവിതയിലുള്ള പോലെ നിങ്ങൾ എഴുതണം. 2 വട്ടം വന്ന പോലെ ഇവിടെ തുഫാഹുൻ എഴുതുക. ഫി ഡാഷ് അവിടെ ഫിൽ ഹദീഖത്തി തുഫാഹുൻ ചേർത്ത് കൊടുക്കുക. അടുത്തത് ബിത്തിഹ് തണ്ണിമത്തനെ കുറിച്ച് ഇതേപോലെ പാട്ട് എഴുതുക. ബിത്തിഹുൻ ഫിൽ ഹദീഖത്തി ബിത്തിഹുൻ എന്ന് ചേർക്കുക. അതുപോലെ റുമ്മാൻ അനാറിനെ കുറിച്ച് എഴുതണം. റുമ്മാൻ ഫിൽ ഹദീഖത്തി റുമ്മാൻ. വീണ്ടും ആ ലൈന് വീണ്ടും എഴുതുക. റുമ്മാൻ ഫിൽ ഹദീഖത്തി റുമ്മാൻ. മൂന്നാമത്തെ പ്രവർത്തനം നോക്കൂ. നുക്മിലുൽ ഹിവാറ കോൺവെർസേഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ബി മുസാഅദത്തിൽ കെലിമാത്തി വേർഡുകളുടെ സഹായത്തോടെ. ഫിൽഖാനത്തി ചതുരത്തിൽ കൊടുത്തിട്ടുള്ള വേർഡ്സുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാം. കാന മുർഷിദായിരുന്നു. യർജിഉ മടങ്ങുകയായിരുന്നു. മിനൽ മദ്രസത്തി സ്കൂളിൽ നിന്ന്. ഫറഅ അപ്പോൾ അവൻ കണ്ടു. ഫിത്തൊരീക്കി വഴിയിൽ. ഫർഹൻ ഒരു പക്ഷിക്കുഞ്ഞിനെ കണ്ടു. സക്കത്ത മിനശ്ശജറത്തി മരത്തിൽ നിന്ന് വീണ് കിടക്കുന്ന ഒരു പക്ഷിക്കുഞ്ഞിനെ അവൻ വഴിയിൽ വെച്ച് കണ്ടു. ഫഅഖദഹു മുർഷിദ് അപ്പോൾ മുർഷിദ് അതിനെ എടുത്തു. വഅസ്റഅ ബിഹി അതുമായിട്ട് അവൻ ധൃതിയിൽ പോയി. ഇലാ ബൈതിഹി അവന്റെ വീട്ടിലേക്ക്.
ഫദാറൽ ഹിവാറു കോൺവെർസേഷൻ നടന്നു ബൈനഹു വ ബൈന ഉമ്മിഹി അവനും അവന്റെ ഉമ്മക്കുമിടയിൽ അപ്പോൾ കോൺവെർസേഷൻ നടന്നു. മുർഷിദ് അൽ ഉമ്മ രണ്ടുപേരുമാണ് കോൺവെർസേഷൻ. മുർഷിദ് ഉമ്മയോട് പറയാണ് ഉമ്മ ഉമ്മ എന്ന് ഉമ്മാനെ വിളിക്കുകയാണ് മുർഷിദ്. അപ്പൊ അൽ ഉമ്മ ചോദിക്കുകയാണ് മാതായ ബുനയ്യ മോനെ എന്താണ് പറ്റിയത്? അപ്പൊ മുർഷിദ് പറയാണ് ഷുഫി അൽ ഫർഹു നിങ്ങൾ നോക്കിയാൽ ഫർഹു ആ പക്ഷിക്കുഞ്ഞിനെ നോക്ക്. അൽ ഉമ്മ പറയാണ് അൽ ഫർഹു പക്ഷിക്കുഞ്ഞു മിൻ ഐന എവിടെ നിന്നാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ മുർഷിദ് പറയുകയാണ് മിനശ്ശജറത്തി മരത്തിൽ നിന്നാണ് കിട്ടിയത്, മരത്തിന്റെ താഴെ നിന്നാണ് കിട്ടിയത്. അപ്പൊ ലിമ അഹൽതഹു നീ അതിനെ എന്തിനാണ് എടുത്തത് എന്ന് ചോദിക്കുകയാണ്. നുറബീഹി ഫിൽ ബൈത്തി നമുക്കതിനെ വീട്ടിൽ വളർത്താം. ഉമ്മ പറയാണ് ലായ മുർഷിദ് നോ വേണ്ട, ഉത്തറുകുഹു നീ അതിനെ ഉപേക്ഷിക്ക്, ഫി ഉഷിഹി അതിന്റെ കൂട്ടിൽ കൊണ്ടുപോയി വെച്ചു കൊടുക്കാൻ പറയാണ്. അത് കേട്ടപ്പോൾ മുർഷിദ് ഞാൻ ഓക്കെ ശരി യാ ഉമ്മി എന്ന് പറയാണ്. അൽ ഉമ്മ പറയാണ് തൊയ്യബ് നല്ലത്, ജസാക്കല്ലാ നിനക്കല്ലാഹു പ്രതിഫലം നൽകട്ടെ എന്ന് പറഞ്ഞിട്ട് കോൺവെർസേഷൻ അവസാനിക്കുകയാണ്. ഇതുപോലെ വേറെയും കോൺവെർസേഷന് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നാലാമത്തെ പ്രവർത്തനം എണ്ണങ്ങളാണ്. നാലാമത്തെ പ്രവർത്തനം നോക്കാം. ബിസാമ് മെഡല് 80 എണ്ണം ഉണ്ടെന്ന്. സമാനൂൻ 80ന് സമാനൂൻ അക്കത്തിലും അക്ഷരത്തിലും വന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ 20നെ എഴുതണം. 20ന് കലമ് പേന ഇഷ്റൂൻ എന്നാണ് പറയുക. അടുത്തത് നോക്കൂ. കേസ് കപ്പ് അർബഊൻ 40 എണ്ണം ഉണ്ട്. അതിനെ റെക്കുമിലായിട്ട് എഴുതുമ്പോൾ 40 അവിടെ എഴുതി കൊടുക്കുക. പിന്നെ ദഫ്തർ നോട്ട്ബുക്ക് 60 എണ്ണം ഉണ്ട്. 60ന് സിത്തൂൻ എന്നവിടെ ചേർത്ത് കൊടുക്കുക. അടുത്തത് ഉൽബത്തുൽ അൽവാൻ കളർ ബോക്സ് സലാസൂൻ 30 30 എന്നവിടെ റെക്കുമിൽ എഴുതി കൊടുക്കുക. കിതാബുൻ ബുക്ക് ഹംസൂൻ 50 എണ്ണമുണ്ട്. ഹംസൂൻ 50 എന്നവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഹംസൂൻ എന്ന് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ നിങ്ങൾ 100 വരെ 10 മുതൽ 100 വരെ എഴുതാൻ 2 രീതിയിലും പഠിക്കുക. അഞ്ചാമത്തെ പ്രവർത്തനം നോക്കാം. നെസ്ലു നമുക്ക് ചേർത്ത് കൊടുക്കാം. കമാഫിൽ മിസാൽ ഉദാഹരണത്തിൽ ഉള്ളതുപോലെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. കാല പറഞ്ഞു എന്ന മാളിയായ ഫിയലിന്റെ മുലാരി യക്കൂലു എന്നാണ് പറയുക. കാല യക്കൂലും. ഇനി അതേപോലെ ഏതാനും മാളിയായ ഫിയലുകൾ കൊടുത്തിട്ടുണ്ട്. അവയുടെ ശരിയായ മുലാരിയായ ഫിയല് നേരെ ചേർത്ത് കൊടുക്കണം. ഡിസോർഡർ ആക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനെ ഓർഡർ ആക്കണം. അഴുത്വ നൽകി അതിന്റെ മുലാരി അവയിൽ ഏതാണോ വരുന്നത് അത് അതിന്റെ നേരെ എഴുതുക. അഴുത്വ മുലാരി യുഅ്തി എന്നാണ് വരിക. ഖറജ പുറപ്പെട്ടു അതിന് യോജിച്ചു വരുന്നത് യഹ് റുജു. ഖറഅ എന്ന് പറഞ്ഞാൽ വായിച്ചു. മുലാരി യഖ്റഉ വായിക്കുന്നു. ഇഷ്തറ എന്ന് പറഞ്ഞാൽ വാങ്ങി. അവക്ക് യോജിച്ച മുലാരി യഷ്തരി. ഇതുപോലെ നിങ്ങൾ മാലി മുലാരി വേർഡുകൾ കണ്ടെത്തി പഠിക്കുക. ആറാമത്തെ പ്രവർത്തനം നോക്കൂ. ഇസ്താമിൽ നീ ഉപയോഗിക്കണം. അൻത അൻതി എന്ന ലൊമീറിനെ ഉപയോഗിക്കണം. മക്കാനൽ മുനാസിബ യോജിച്ച സ്ഥലത്ത് വെച്ച് കൊടുക്കണം. അൻത എന്ന് പറഞ്ഞാലും അൻതി എന്ന് പറഞ്ഞാലും നീ എന്നാണ് അർത്ഥം. എന്നാൽ ഈ അൻത എന്നത് മുദക്കറായിട്ടുള്ള ബോയ് ആണുങ്ങൾക്കാണ് ഈ വേർഡ് ഉപയോഗിക്കുക. എന്നാൽ മുഅന്നസായിട്ട് സ്ത്രീലിംഗമായിട്ട് വരുമ്പോൾ അവിടെ അൻതി എന്നാണ് ഉപയോഗിക്കുക. യാ റാഷിദ് യാ റാഷിദെ ഡാഷ് ലാഇബുൻ നീ കളിക്കുന്നവനാണ്. ഇവിടെ ഏതാണ് വരിക? അൻത എന്നാണോ അൻതി? റാഷിദ് മുദക്കറായത് കൊണ്ട് തന്നെ അവിടെ അൻത എന്നാണ് വരിക. നോക്കൂ, അടുത്തത് നോക്കൂ. യാ സൽമ സൽമ ഡാഷ് ലാഇബത്തുൻ കളിക്കുന്നവളാണ്. അൻതി എന്നാണ് വരിക. നീ മുഅന്നസായ കാരണം അൻതി എന്നാണ് ഉപയോഗിക്കുക. യാ നബീൽ ഏ നബീലെ ഡാഷ് കാരി ഉൻ വായിക്കുന്നവനാണ്. അൻത എന്നാണ് അവിടെ വരിക. യാ
ഫാത്തിമത്തു, ഫാത്തിമ ഡാഷ് കാരിഅത്തുൻ. അവിടെ ഫാത്തിമ മുഅന്നസ് ആയതുകൊണ്ട് തന്നെ അൻതി എന്നാണ് വരിക. അടുത്തത് യാ സലീം അൻത, നീ ജാലിസുൻ ഇരിക്കുന്നവനാണ്. പ്രിയ കുട്ടികളെ, നിങ്ങളെല്ലാവരും നന്നായി എക്സാമിന് വേണ്ടി പഠിക്കുക. നല്ല രീതിയിൽ എല്ലാവർക്കും എക്സാം എഴുതാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.